ഹായ് അങ്ങനെ അടുത്തൊരു വ്യാഴം വെള്ളി ദിവസം വന്നിരിക്കുകയാണ് തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം. അപ്പം ഈ ഒരാഴ്ച ജനുവരി മാസം 16, 17 തീയതികളിൽ, അതായത് നാളെയും മറ്റന്നാളും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക്. അതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിലെത്തുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് 10, 9, 8 എ കൗണ്ട് ഡൗൺ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു മലയാളം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ട്രെയിലറൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ ഒരു ചെറിയ സിനിമയാണ്, കുറഞ്ഞ തിയേറ്ററുകളിലൊക്കെ റിലീസ് ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു സിനിമ എന്നുള്ളത് ജനുവരി മാസം 17 തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മലയാളം മൂവിയാണ്. അടുത്തത് ഒരു മലയാളം സിനിമ തന്നെയാണ്, ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന മലയാളം സിനിമയാണ് ഓഫ് റോഡ് എന്ന് പറഞ്ഞ സിനിമ. അപ്പാന് ശരത്തൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമ ഒരു ചെറിയ സിനിമയാണ്, തിയേറ്ററുകൾ എണ്ണം കുറവായിരിക്കും എന്നുള്ളതാണ്. ജനുവരി മാസം 17 തീയതി ആയിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വോൾഫ് മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജനുവരി മാസം 17 തീയതിയാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നൊരു മലയാളം മൂവിയാണ്. കൃഷ്ണസാഗർ സംവിധാനം ചെയ്ത സിനിമയാണ്. ജനുവരി മാസം 17 തീയതിയാണ് ഒരു ആക്ഷൻ ഡ്രാമ സിനിമ റിലീസ് ചെയ്യുന്നത്. എമറാൾഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ചെറിയ സിനിമയാണ്. ഈ ഒരു സിനിമയിൽ കുറഞ്ഞ തിയേറ്ററുകളിലെ റിലീസ് ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, അടുത്തതുള്ള ഒരു ഹിസ്റ്ററിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. എമർജൻസി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കങ്കണ റണൌട്ട് എഴുതി സംവിധാനം ചെയ്ത് അവർ തന്നെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഇന്ദിരാഗാന്ധി ആയിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ എന്നുള്ളത് ജനുവരി മാസം 17 തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. ഹിന്ദി മൂവിയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ആസാദ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അജയ് ദേവ്ഗൺ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ജനുവരി മാസം 17 തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. മദഗജ രാജ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് മൂവിയാണ്. 12 വർഷം പെട്ടിയിൽ കിടന്ന സിനിമയായിരുന്നു. സുന്ദർ സി സംവിധാനം ചെയ്ത് വിശാൽ, ആര്യ, വരലക്ഷ്മി, ശരത് കുമാർ, സന്താനം, അഞ്ജലി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ ആഴ്ച ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു കിഡിലെ അഭിപ്രായങ്ങളാണ് ഈ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു വിജയം തന്നെയാണ്. 12 വർഷത്തിന് ശേഷം ഒരു സിനിമ റിലീസ് ചെയ്യുക, പെട്ടി കിടന്ന സിനിമ റിലീസ് ചെയ്യുന്ന സിനിമ നല്ല അഭിപ്രായങ്ങൾ നേടുന്നത് ആദ്യമായിട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു സിനിമ നല്ലൊരു വിജയം കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മതഗജ രാജ എന്ന സിനിമ. അതുപോലെ തന്നെ ഈ ആഴ്ച തന്നെ റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമയാണ് കാതലിക്ക നേരമില്ല എന്ന് പറഞ്ഞ സിനിമ. കിരുത്തിക, ഉദയനിധി രചനയും സംവിധാനവും നിർവഹിച്ച് രവി മോഹൻ, നിത്യ മേനൻ എന്നിവരെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഉദയനിധി സ്റ്റാലിനായാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല റിവ്യൂ ആണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത്. ഈ സിനിമ ഇപ്പോൾ തിയേറ്ററുകൾ അവൈലബിൾ ആണ്. തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. 14 തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. ഓക്കെ, അടുത്തത് നാളെ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു മലയാള സിനിമയാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമ. ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അൻവർ റഷീദ് നിർമ്മിച്ച് ശ്രീരാജ് ശ്രീനിവാസന്റെ ആദ്യ സംവിധാന സംരംഭമാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. സബിൻ ഷാഹിർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്, ചാന്ദിനി ശ്രീധരൻ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ജനുവരി മാസം 16 തീയതി, അതായത് നാളെ ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാണ്. തിയേറ്ററിൽ കണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഈ ഒരാഴ്ച ജനുവരി മാസം 16, 17 തീയതികളായിട്ട് ഈ ഒരാഴ്ച റിലീസ് ചെയ്യുന്നതായിട്ടുള്ള സിനിമകളായിട്ടുള്ളത്, തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകളായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ റിലീസ് ചെയ്യുന്ന സിനിമകളിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.